ക്രിസ്തേശുവിൻ്റെ മഹനീയ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം ചെയ്യുകയാണ്. ഈ ഒരു പ്രാവശ്യം കൂടി തിരുവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. പ്രത്യേകിച്ച് പറയുമ്പോൾ ക്രിസ്തീയ സാക്ഷിത്വം എന്ന പരമ്പരയിൽ ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിപ്പാൻ കൊണ്ട് പോകുന്നത്. അതിനു മുൻപായിട്ട് നമ്മുടെ ദൈവത്തോട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധിക വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ വചന ശുശ്രൂഷയ്ക്ക് അവിടെ നിന്നിരിക്കുന്ന സമയത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൽ അടിയങ്ങളെ നിറയ്ക്കണം. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്ത്യാനികളുടെ സാക്ഷിത്വം എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള ഈ പരമ്പരയിൽ നാം കഴിഞ്ഞ ദിവസം ദൈവം മാനിക്കുന്നതായ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അതെ, ഇന്ന് എൻ്റെ വിഷയം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ കുറിക്കുന്നതായ ഈ കാര്യം ഇന്നെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ കുറിക്കുന്നതാണ്. അവിടെ 17 ആ ഭാഗങ്ങളിൽ നാം യോഹന്നാനും യേശുവുമായുള്ളതായ ഒരു സംഭാഷണത്തെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ അത് എന്നോട് പ്രിയം ഉണ്ടോ എന്ന് യേശു 3 പ്രാവശ്യം ചോദിക്കുന്നതായ ഒരു ചോദ്യം. അതിൽ അവസാനമായി ചോദിക്കുന്നത് 17-ാമത്തെ വാക്യമാണ്. മൂന്നാമതും അവനോട് യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ച് കർത്താവിനോട്, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് അളക്കുവാൻ വേണ്ടി ആണോ ഈ ചോദ്യം ചോദിച്ചത് എന്ന് എനിക്ക് കണിശമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. വേദഭാഗത്തിന് മുൻപായിട്ടുള്ളതായ അതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, പത്രോസ് യേശുവിനെ വളരെയധികം സ്നേഹിച്ചതായ ഒരു ശിഷ്യനാണ്. എന്നാൽ പത്രോസിന് എടുത്തുചാട്ടത്തിൻ്റെതായ ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഏത് കാര്യം വന്നാലും അതേ എല്ലാവരേക്കാളും മുന്നേ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ യേശുക്രിസ്തു താൻ യാഗമായി പോകുന്നു എന്നുള്ളതായ സാഹചര്യത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുകയുണ്ടായി. എന്നാൽ ഈ പത്രോസിനോട് നീ കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം എന്നെ തള്ളി പറയും എന്ന് പറഞ്ഞപ്പോൾ അത് അവനെ വളരെയധികം പ്രയാസപ്പെടുത്തിയ ഒരു സാഹചര്യമാണ്. അതേ കാര്യത്തെക്കുറിച്ച് നാം പിന്നീട് പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന്, അതായത് ഉയർപ്പിന് ശേഷം പത്രോസുമായിട്ട് ഉള്ള കൂടിക്കാഴ്ചയിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ തൻ്റെ സ്നേഹത്തിൻ്റെ അളവ് എത്രമാത്രമാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണോ അല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രത്യേകിച്ച് പറയുമ്പോൾ പത്രോസ് യേശുവിൻ്റെ മുൻപാകെ ഞാൻ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ചെയ്യുകയില്ല എന്ന് പറഞ്ഞതായ പത്രോസ് കർത്താവ് പറഞ്ഞതുപോലെ കോഴി കൂവുന്നതിന് മുൻപ് എന്ത് ചെയ്തു? 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അതിനുശേഷം താൻ പറഞ്ഞതായ കാര്യം, യേശു പറഞ്ഞതായ കാര്യം ഓർത്തപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരണം മാർക്കോസിൻ്റെ സുവിശേഷം 14:54 മുതൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. എങ്കിൽ അവസാനത്തെ ഭാഗം പറയുന്നത്, ഉടനെ കോഴി 2ാമതും കൂവി. കോഴി 2 വട്ടം കൂവും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു, അതിനെക്കുറിച്ച് വിചാരിച്ചു കരഞ്ഞു എന്നവിടെ നാം വായിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും മനുഷ്യൻ, അതായത് മനുഷ്യപ്രകൃതം, അവൻ്റെ സ്വാർത്ഥത, അവൻ്റെ ചിന്ത അല്ലെങ്കിൽ ഞാനെന്ന ഭാവം, ഇതൊക്കെയും പലപ്പോഴും ഇവിടെ നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പത്രോസിന് പറഞ്ഞു, നീ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുൻപ് 3 തവട്ടം എന്നെ തള്ളിക്കളയും. അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം പറയുന്നത് 26:75 വായിക്കുന്നത്, എന്നാലേ കോഴി കൂവുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അതായത് വളരെയധികം പശ്ചാത്താപത്തോടു കൂടിയാണ് ഈ പത്രോസ് പോകുന്നത്. എന്നാൽ ഈ യേശുവിൻ്റെ കൃപ, അല്ലെങ്കിൽ യേശുവിൻ്റെ ക്ഷമിക്കുന്നതായ സ്വഭാവം, അതുപോലെ തന്നെ യേശു ക്രിസ്തു അവന് വേണ്ട പ്രചോദനം കൊടുക്കുവാനുള്ള സ്വഭാവം, അത് എപ്പോഴും തന്നിലുണ്ടായിരുന്നു. അതായിരിക്കണം
ഈ പറയപ്പെട്ട, അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിച്ചതായ ആ വായനയുടെ വേദത്തിൻ്റെ പിന്നിലുള്ളതായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 103-13-14 വാക്യങ്ങൾ ഇപ്രകാരം ഞാൻ വായിക്കുന്നു: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതെ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. അതായത് വ്യക്തികളാൽ നാം ഓരോരുത്തരുടെയും പ്രകൃതി ആർക്കറിയാം? ദൈവത്തിനറിയാം, യേശുവിനറിയാം. ആയതുകൊണ്ടാണ് ഇതുപോലെ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ചോദിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് പിന്നീട് താൻ അത് അങ്ങനെ ചോദിച്ചതുപോലെ തന്നെ പറയുകയാണ്. ആവശ്യത്തിൽ പറയുന്നത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളതായ ഒരു കൽപ്പന യേശു ക്രിസ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേ, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. ആയതുപോലെ ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ആയതുപോലെ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? അതേ, കണിശമായിട്ടും അവൻ്റെ ആടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം, അവൻ്റെ ആടുകൾ അതേ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ തക്കവണ്ണം ഉള്ളൊരു പ്രബോധനമാണ് നമുക്ക് ദൈവം യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം പത്രോസ് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നീ സകലവും അറിയുന്നു. അതായത് നാം പറയുകയാണെങ്കിൽ നമ്മുടെ തല മുതൽ കാല് വരെയുള്ളതായ സകല നാഡീ ഞരമ്പുകളുടെയും പ്രവർത്തനങ്ങൾ, നമ്മളുടെ ചിന്തകൾ, നമ്മുടെ ഹൃദയം ഇടിക്കുന്നതായ കാര്യങ്ങൾ, ഇതെല്ലാം ആർക്കറിയാം? ദൈവം അറിയുന്നു. സാധാരണ ഒരു ഡോക്ടർ നമ്മളെ പരിശോധിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ അറിയുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ നാഡി പരിശോധിക്കുന്നു, അത് എത്രമാത്രം അടിക്കുന്നു. പിന്നെ അവർ സ്റ്റെതസ്കോപ്പ് വെച്ച് ഹൃദയം പരിശോധിക്കുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഇടിപ്പ് മനസ്സിലാക്കുവാൻ വേണം. അത് നാഡി നോക്കുന്നു, ഹൃദയ ഇടിപ്പ് നോക്കുന്നു, പിന്നെ ചിലപ്പോൾ വയറിൽ ഉള്ള ഭാഗങ്ങൾ നോക്കുന്നു. അതുപോലെ അങ്ങനെയുള്ളൊരു പ്രവർത്തനം യേശുവിന് ആവശ്യമില്ല. യേശുവിന് നമ്മെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാം. എപ്രകാരമാണ്? അതായത് നമ്മുടെ തല മുതൽ ഉള്ളംകാല് വരെയുള്ളതായ എല്ലാ കാര്യങ്ങളും ആർക്കറിയാം? അതെ, ദൈവത്തിന് അറിയുക. ആയതുകൊണ്ട് ആ സെർച്ചിങ് ഐസ്, അതായത് ഒരു ദൈവം നമ്മെ എങ്ങനെയുള്ളതാണ് എന്ന് മുഴുവൻ അറിയുന്നത് പോലെ തന്നെ ഇവിടെ പറയുന്നത്, ഈ വേദഭാഗത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അതായത് ഒന്നാമതായിട്ട് പത്രോസിനെ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്ന് നമ്മുടെ മുമ്പാകെ കാണിക്കുവാൻ, അത് മാത്രമല്ല നാം എങ്ങനെയുള്ളവരാണ് ദൈവസന്നിധിയിൽ എന്ന് അറിയിക്കുവാൻ. അതേ, സ്വർഗം എത്രമാത്രം നമ്മെ വിലയിരുത്തുന്നുണ്ട്, അതേ നമ്മുടെ സ്നേഹം, ദൈവവുമായുള്ളതായ നമ്മുടെ ബന്ധം, ദൈവവുമായുള്ളതായ നമ്മുടെ ഇടപാടുകൾ എത്രമാത്രമുള്ളതാണ് എന്ന് ദൈവത്തിനറിയാം. ആയതുകൊണ്ട് അത് നമ്മെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വേദഭാഗത്തിൽ പത്രോസിനോട് അതേ യേശു ക്രിസ്തു ഇപ്രകാരം ചോദിക്കുന്നത്. കാരണം അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:14 പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കുന്നു. അതായത് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിനത്ത് അസ്. അതായത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിലൊക്കെയും ആ ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം നമ്മെ നിർബന്ധിക്കുന്നത്. അതല്ലാതെ അതേ ഭൗമികമായ താല്പര്യത്തിന് വേണ്ടിയല്ല. പ്രത്യേകിച്ച് പറയുമ്പോൾ പദവികൾ, അതുപോലെ അതിനോട് ചേർന്നുള്ളതായ നല്ല കാര്യങ്ങൾ, ഇതൊക്കെയും പ്രാപിക്കാൻ വേണ്ടിയുള്ള, പിന്നെയോ ഞാനും എൻ്റെ ദൈവവുമായുള്ളതായ സ്നേഹം അത് എത്രമാത്രമായിരിക്കണം. അതിനെ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, അതായത് 2 തിമോത്തി 2:3 ഞാൻ ഇപ്രകാരം വായിക്കുന്നു: യേശു ക്രിസ്തുവിൻ്റെ നല്ല പഠനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അതായത് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം പത്രോസ്, പൗലോസ് അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കാലത്തിന് ശേഷം ഉള്ളതായ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ, ഇവരൊക്കെയും വളരെയധികം കഷ്ടതകളിലൂടെ കടന്നുപോയി. എന്നാൽ ഇന്നത്തെ പുരോഹിതന്മാരല്ല, ഇന്നത്തെ ക്രിസ്തീയ സമുദായത്തിൻ്റെ നേതാക്കന്മാരൊക്കെയും വളരെ ആഡംബരകരമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് കഷ്ടതയൊന്നും പ്രയാസമൊന്നുമില്ല. നല്ല കാറിൽ, AC-യിൽ, അല്ലെ പ്ലെയിനിൽ ഇങ്ങനെ പോവുകയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. അതേ, പ്രത്യേകിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീ എന്നോട് കഷ്ടം സഹിക്കുക. ഇന്ന് കഷ്ടത എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള അതേ മത്തായിയുടെ സുവിശേഷം 24:13 പറയുന്നത്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അതായത് കഷ്ടതയും പ്രയാസവും നിന്ദയും ഇതൊക്കെയും ഉണ്ടാകുമ്പോൾ അതൊക്കെയും സഹിച്ചു നിൽക്കുന്ന, അതായത് ദൈവത്തിൻ്റെ സ്നേഹം മുൻപന്തിയിലുള്ളവരായി, അതേ ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നവരായി നാം മുൻപോട്ട് പോകുക. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെയാണ് ഇവിടെ പത്രോസിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ
വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-18-19 വാക്യത്തിൽ പ്രകാരം, അതായത് തനിക്ക് ഈ ഉണ്ടാകുവാനിരിക്കുന്നതായ ഭാവിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ആണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പ്രകാരം പറയുന്നത്. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. അത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഭാവിയെക്കുറിച്ചും അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഇന്നത്തെ കാലത്തെക്കുറിച്ചും വരുവാനിരിക്കുന്ന കാലത്തേക്കുള്ള അറിവ്, അതായത് ദൈവത്തിന് അറിയാം. ആ അറിവ് വെച്ചുകൊണ്ടാണ് ഈ ഒരു സംസാരം നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൽ കഷ്ടം സഹിപ്പാൻ തക്കവണ്ണം നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ 1 പത്രോസ് 4:12-13 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ തന്നെ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അതായത് കഷ്ടതയിൽ പങ്കുള്ളവരായി തീരുമ്പോൾ എന്താണ്? കഷ്ടതയിൽ പങ്കുള്ളവരാകുന്നത് എങ്ങനെയാണ്? സന്തോഷിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഇടപെടൽ, അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ അതാണ് നമുക്കുള്ള പ്രതിഫലം, അതിനു വേണ്ടിയാണ് നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടത്. പ്രത്യേകിച്ച് പറയുമ്പോൾ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവികമായ സ്വഭാവമുള്ളവരായിരിക്കണം. അത് വെറും അതര കൊണ്ടുള്ളതായ സേവയല്ല, പിന്നെയോ ഹൃദയം കൊണ്ടുള്ളതായ സേവനം. ആ ഹൃദയം കൊണ്ടുള്ളതായ സേവനം ചെയ്യുമ്പോൾ കണിശമായിട്ടും അത് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് വീണ്ടും അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ റോമാലേഖനം 12:9 ഞാൻ വായിക്കുന്നത്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുക. അതായത് നമ്മളുള്ള സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം? അത് നിർവ്യാജമാണ്. അവിടെ വ്യാജം, അതായത് അവിടെ മാലിന്യങ്ങൾ, അതിനകത്ത് കൂട്ടിക്കലർത്തിയതായ ഒന്നുമില്ല. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മനുഷ്യൻ വാങ്ങിക്കുന്നതായ വസ്തുക്കളൊക്കെയും വ്യാജപരമായ കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഏതെല്ലാം തരലെടുക്കാം. ഇപ്പോൾ അരി വാങ്ങിച്ചാൽ അതിനകത്ത് കല്ലുണ്ട്, അല്ലെങ്കിൽ പരിപ്പ് വാങ്ങിച്ചാൽ അതിനകത്ത് വേറെന്തെങ്കിലും ചേർത്തിരിക്കും. അങ്ങനെയുള്ളതായ മാലിന്യങ്ങൾ ഒക്കെയുമുണ്ട്. അപ്പോൾ അതൊക്കെയും എന്താണ്? വ്യാജനാണ്. എന്നാൽ നമ്മുടെ സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം? അത് നിർവ്യാജമായിരിക്കണം. അതിൽ മറ്റൊന്നും കൂടി കലർത്താതെ ദൈവമായുള്ള ഈടാർന്ന സ്നേഹം, അതിനിടയിൽ യാതൊന്നുമില്ല. അതായത് ദൈവം യേശുക്രിസ്തു പറയുകയുണ്ടായി, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അവിടെ പകുതി എന്നുള്ള അവസ്ഥയില്ല. അതായത് പകുതി ലോകവും പകുതി ഭൂമിയും അല്ലെങ്കിൽ പകുതി സ്വർഗവും എന്നുള്ള ചിന്തയില്ല. പിന്നെയോ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നാം സ്നേഹിക്കുക. അവിടെ വ്യാജനം എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അതേ പ്രത്യേകിച്ച് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 16:24 ഞാൻ വായിക്കുന്നത്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതേ ലൂക്കോസിൻ്റെ സുവിശേഷം അതിനെക്കുറിച്ച് പറയുന്നത്, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ക്രൂശ് എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് അതൊരു വലിയ വിഷയമാണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ കൂടുതലായി ഇപ്പോൾ സംസാരിക്കുന്നില്ല. എങ്കിലും നാം ഓർക്കുക, അതേ ക്രിസ്തുവിൻ്റെ വിശ്വാസികളായിരിക്കുന്നവർക്ക് കണിശമായിട്ടും എന്തുണ്ട്? കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, അതേ മറ്റു പലരും നമ്മെ പഴി പറയുവാനിടയായി തീരാറുണ്ട്. ഇതൊക്കെയും വരുമ്പോഴൊക്കെയും അതേ എനിക്ക് വേണ്ടിയല്ല, എൻ്റെ രക്ഷകനായ ക്രിസ്തുവിന് വേണ്ടി, അതേ തന്നെ സ്നേഹിക്കുന്ന അനേകർക്ക് വേണ്ടി, ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി, അതേ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നാം ഇതൊക്കെയും സഹിക്കേണ്ടത്. ആയതുകൊണ്ട് അതിനു വേണ്ടി അല്ലെങ്കിൽ അതിന് വേണ്ടി അതേ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് വരുമ്പോൾ, അതേ യേശുവിൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. ആ യേശുവിൻ്റെ ക്രൂശ് വഹിക്കുമ്പോൾ കണിശമായിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം നമ്മെ നിർബന്ധിക്കുന്നത്. അതല്ലാതെ എൻ്റെ മാതാപിതാക്കന്മാരുള്ളതായ സ്നേഹമല്ല എന്ന് പറഞ്ഞാൽ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കണം എന്നല്ല, പിന്നെയോ ക്രിസ്തീയമായ ജീവിതം, അതേ ക്രിസ്തുവിൻ്റെ സ്നേഹം ഏറ്റവും മുൻപന്തിൽ പരമോന്നതമായിട്ട് നമുക്ക് ഉണ്ടാകണം. ആയതുകൊണ്ട് ഈ പത്രോസ് അതേ തൻ്റെ മരണത്താൽ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവിടെ പറയുകയുണ്ടായി. കാരണം അത്രമാത്രം ഉള്ള ഒരു സ്നേഹം ആണ് നമുക്കുണ്ടാകേണ്ടത്. അതിനെക്കുറിച്ച് 1 യോഹന്നാൻ 4:19 ഞാൻ വായിക്കുന്നത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുകയാണ്. അതായത് ദൈവമാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചു.
ആ സ്നേഹം ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതങ്ങളിലും കാണിക്കേണ്ടത്. കാരണം ആ ഒരു ദൈവിക സ്നേഹമാണ് മുൻപന്തിയിൽ വരുന്നത്. അപ്പോൾ വീണ്ടും അതായത് ഈ സ്നേഹം അത് നമ്മെ ഒരിക്കലും കുലുക്കമില്ലാത്തവരായിട്ട്, അതായത് ഏത് കാര്യങ്ങൾ വന്നാലും അത് നമ്മെ ചഞ്ചലപ്പെടുത്തരുത്. കാരണം ദൈവസ്നേഹത്തിൽ നിലനിന്ന് പോവുക. അതിനെക്കുറിച്ച് വീണ്ടും റോമാലേഖനത്തിൽ 38 വാക്യങ്ങൾ 39 വാക്യത്തിൽ ഞാൻ വായിക്കുന്നു. റോമർ 8:38-39 വായിക്കുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ആര് പറയുകയാണ്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഉറച്ചിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം ഉറപ്പും ധൈര്യവുമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ അതേപോലുള്ളൊരു ജീവിത രീതി നമുക്കറിയാം. പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നാം തുടങ്ങി വെച്ചത്. എന്നാൽ പൗലോസിൻ്റെ ജീവിതവും അതുപോലെ തന്നെയായിരുന്നു. കഷ്ടതയും നഗ്നതയും പ്രയാസവും പട്ടിണിയും ഉറക്കളപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും യേശുവിന് വേണ്ടി തൻ്റെ ജീവനെ പൂർണ്ണമായിട്ട് നൽകുവാൻ തക്കവണ്ണമാണ് പൗലോസ് ജീവിച്ചത്. ആയതുപോലുള്ളൊരു സ്നേഹം നമുക്കുണ്ടാകണം. അതിനെക്കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത്. അതായത് നാമോ നമ്മെ സ്നേഹിച്ചൊരു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കുമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് ഉറച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ സ്നേഹം നിലനിൽക്കണം. അത് ബലപ്പെട്ട് വരണം. അത് ഉറച്ചിരിക്കണം. അത് എന്നേക്കുമായി തരണം. പ്രത്യേകിച്ച് നാം പറയുമ്പോൾ ദൈവത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ളതായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് കാണുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പോൾ ഈ പട്ടികയിൽ ആദ്യം കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹമാണ് നമ്മൾ എന്തായി വരേണ്ടത്? അത് ഊടാർന്ന് വരേണ്ടത്, അത് രൂഢമായിട്ട് വരേണ്ടത്. അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ 5:5 ഞാൻ വായിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ അത് പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൽ പ്രേരിതരായി ഈ ഫലങ്ങളൊക്കെയും നമ്മൾ ഉണ്ടാകുമ്പോൾ എന്താണ്? ദൈവസ്നേഹം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പോൾ ആ സ്നേഹമെന്ന സ്വഭാവം നമ്മൾ നിഴലിട്ട് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. പ്രത്യേകിച്ച് നാം 1 കൊരിന്ത്യർ 13 വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം, അതായത് സ്നേഹം ഇത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല, സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നതാണ്, അത് ഒരിക്കലും കുറവുള്ളതായിട്ട് കാണുകയില്ല. ഈ ഭൂമിയിലുള്ളതായ ഏതെല്ലാം കാര്യങ്ങൾ നേടിയാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്ന് ചിത്രീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, അതായത് ദൈവത്തിൻ്റെ സ്നേഹം, ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഇടപാടിനെക്കുറിച്ച് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യം എനിക്ക് നിങ്ങൾക്കൊരു പാഠമാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സ്നേഹം, അതായത് നമ്മിലുള്ളതായ സ്നേഹം ഇത്രമാത്രം ഈടാർന്നതായിരിക്കണം. കാരണം ഭൗമിക ജീവിതത്തിൽ ചാഞ്ചലപ്പെടും അല്ലെങ്കിൽ കുറവുള്ളവരായി കാണുവാനൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെയുമുണ്ട്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. കാരണം ക്രിസ്തീയ സാക്ഷ്യത്വമോ ദൈവത്തിൻ്റെ സ്നേഹം നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വീണ്ടും വിശുദ്ധ വചനത്തിൽ നമുക്ക് വായിപ്പാനൊക്കെ സാധിക്കും. അതായത് ഒരു ആടും ഇടയനും തമ്മിലുള്ളതായ ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ നല്ല ഇടയനായ യേശുവും ഞാനുമായുള്ള, നിങ്ങളുമായുള്ള, നാം ഓരോരുത്തരുമായുള്ളതായ ബന്ധം അത് എത്രമാത്രം ഈടാർന്നതാണ് എന്നുള്ളതിനെക്കുറിച്ച് ആട്ടിടയൻ്റെ രൂപത്തിൽ ചിത്രീകരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിപ്പാനൊക്കെ കൊണ്ട് സാധിക്കുന്നു. അവിടെ പ്രകാരം ഞാൻ വായിക്കുന്നത്, ഞാൻ നല്ലിടയനാകുന്നു, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അതായത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു, തൻ്റെ ജീവനെ നൽകി. ആയതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തീയ സാക്ഷ്യത്വം എന്ന് പറയുന്നത് കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി, യാഗമായ കുഞ്ഞാടിൻ്റെ സ്നേഹം നമ്മിൽ മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? അതിനുവേണ്ടി നാം തയ്യാറാകണം. അതിനുവേണ്ടി നാം സ്വയത്തെ ത്യജിക്കണം, തൻ്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കണം. അങ്ങനെ സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മിൽ ഓരോരുത്തരും കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് വീണ്ടും പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസിനോട് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്
പറയുവാൻ തക്കവണ്ണം പത്രോസിനോട്, അല്ലെങ്കിൽ പത്രോസ് പറയുന്നത്, യേശു അവനോട് പറഞ്ഞത്, ഫീഡ് മൈ ഷീപ്പ്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. അപ്പോൾ ആ ഒരു ദൗത്യമാണ് എനിക്കും നിങ്ങൾക്കും നിക്ഷിപ്തമായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്വം എന്ന ഈ പരമ്പരയിൽ നാം ചിന്തിക്കുമ്പോൾ കണിശമായിട്ടും അത് എൻ്റെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവൻ്റെ ഒരു ഭാഗമായി തീരണം. അതെ, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ്? അവൻ്റെ ആടുകളെ മേയ്ക്കുക. അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 10:13 പറയുന്നത്, അവൻ കൂലിക്കാരനാകുന്ന വ്യക്തികൾക്ക് എന്താണ്? അവൻ്റെ ആടുകളെക്കുറിച്ചൊരു യാതൊരു ചിന്തയുമില്ല. അവരങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും. പക്ഷേ ആട്ടിടയൻ, നല്ല ഇടയൻ എന്ത് ചെയ്യുന്നു? തൻ്റെ ആടുകളെ വളരെ ശ്രദ്ധയോടെ, വളരെ കാര്യത്തോടെ, അതെ, തൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുകയും അതിനെ പാലിപ്പാൻ തക്കവണ്ണം അത് താൻ വേണ്ട ഇടപാടുകളൊക്കെയും ചെയ്യുന്നു. ദാവീദ് രാജാവിനെക്കുറിച്ച്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതേ ലാബാനുമായുള്ള തൻ്റെ ഇടപാടിൽ അതേ താൻ പറയുന്ന ഇപ്രകാരമാണ്, ആടുകൾക്ക് അതെന്തെങ്കിലും സംഭവിച്ചാൽ അതിനു വേണ്ടിയുള്ളതായ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കള്ളന്മാരോ അല്ലെ വന്യമൃഗങ്ങളോ വന്ന് ആക്രമിക്കാതിരിപ്പാൻ തക്കവണ്ണം അതേ രാവും പകലുമില്ലാതെ അതിനെ പാലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപാട് ആർക്കുണ്ടായിരുന്നു? ദാവീദിനുണ്ടായിരുന്നു. ആ ദാവീദാണ് അതേ നമുക്ക് സങ്കീർത്തനങ്ങളിൽ നൽകിയിരിക്കുന്നത്, അതേ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ അത്രമാത്രം ആടുകളെ പാലിച്ച് ജീവിതത്തിൽ അത് കണിശമായിട്ടും അതിൻ്റെ സാക്ഷ്യം, അല്ലെങ്കിൽ ആടുകളുമായുള്ള ഇടപാടിൽ ആ ഒരു സ്നേഹം കണ്ടെത്തിയവനായ ദാവീദ് അതേ യഹോവൻ്റെ ഇടയനാകുമെന്ന് പറയുവാൻ തക്കവണ്ണവും ആ യഹോവയിൽ പ്രമോദിപ്പാൻ തക്കവണ്ണവും ഇടയായി തീർന്ന് ആയതുകൊണ്ട് അതേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, അതേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ സാക്ഷ്യത്വത്തിൽ എൻ്റെ ഈ ദൈവികമായ സ്നേഹം എത്രമാത്രം നമ്മിലുണ്ട്. അത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തൻ്റെ പിതാവിൻ്റെ സ്നേഹം നമ്മെ കാണിപ്പാൻ വേണ്ടിയാണ്. ആ പിതാവിൻ്റെ സ്നേഹം ദർശിച്ചതായ ആ ഓരോ വ്യക്തികളും, നാം ഓരോരുത്തരും എപ്രകാരമാണ് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർ മുമ്പാകെ കാഴ്ച വയ്ക്കുന്നത്. അത് കണിശമായിട്ടും ദൈവികമായി നിലനിൽക്കുന്ന ഈ സ്വഭാവം, അതായത് എബൈഡിങ് ലവ് ഓഫ് God in our hearts can give strength to endure the gift of all the causes of truth. അതായത് സത്യത്തിന് വേണ്ടി സാക്ഷികളായി നിൽക്കുമ്പോൾ, അതായത് ദൈവസ്നേഹം നമ്മിൽ നിഴലിടുകയും അതിന് സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടി അടിയങ്ങളുടെ തലകളെ ഉണക്കി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ എപ്പോഴും ഓർക്കുവാനും, അത് പ്രത്യേകിച്ച് കാൽവരിയിൽ യേശു ക്രിസ്തുവിലൂടെ അടിയങ്ങൾക്ക് അവിടുത്തെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും, അങ്ങനെ മനസ്സിലാക്കിയതായ ഞങ്ങൾ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ക്രമീകരിക്കാൻ സഹായിക്കണമേ. നാളെ വരെ കാത്തതിനും പരിപാലിച്ചതിനും നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വരവിനുണ്ട് ഒരുക്കണമേ. എല്ലാം യേശുവിൽ കൂടി താഴ്മൊടുമിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും എൻ്റെ നന്ദി പറയുന്നു. കണിശമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുവാനോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതായ മേൽവിലാസം നിങ്ങൾക്ക് എഴുതുക. കണിശമായിട്ടും ഹോപ്പ് ചാനൽ ടീം നിങ്ങൾക്ക് വേണ്ട മറുപടി നൽകുന്നതായിരിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.